Hello friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർസിസിയിലെ ഒരു പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മുടെ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് വീഡിയോയിലെ 10th 11th ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റിന്റെ സ്കോർ ലെവൽ അറിയാനായിട്ട് ഒരു സെൽഫ് അസസ്മെന്റ് ടെസ്റ്റിന്റെ വീഡിയോ ചെയ്തിരുന്നു. അത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. സോ അതിലെ 10th and 11th ക്വസ്റ്റ്യൻ ആണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്ഥിരമായിട്ട് ഗേറ്റിനും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ടോപ്പിക്കിൽ നിന്ന്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം, ദെൻ തിയറി പാർട്ട് പറയാം, അതിന്റെ സൊല്യൂഷനിലേക്ക് വരാം. സോ ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റിന്റെ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ദെൻ വിഡ്ത്ത് ഓഫ് ദി ബീം തന്നിട്ടുണ്ട്, ഡെപ്ത് തന്നിട്ടുണ്ട്, 3 bars ഗ്രേഡ് FE 415 ആൻഡ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, കോൺക്രീറ്റ് മിക്സ് തന്നിട്ടുണ്ട്, M20 ആണ്. ദെൻ ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ഫ്രം കംപ്രഷൻ ഫൈബർ, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്ന് ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ആസ് പെർ IS 456. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ ആസ് പെർ IS 456 ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യന്റെ ആൻസറിലോട്ട് പോകുന്നതിന് മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീലിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ IS 456 ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, IS 456 2000. സോ അത് പ്രകാരമുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റിന്റെയും പറയണം, സ്റ്റീലിന്റെയും പറയണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കോൺക്രീറ്റിന്റെ നോക്കാം. ഇത് സ്റ്റാൻഡേർഡ് കോഡ് പ്രകാരമുള്ളതാണ് IS 456. ഓക്കെ, സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. സോ ഇവിടെ സ്ട്രെയിൻ ആണ്, ഹിയർ സ്ട്രെസ്. ഓക്കെ, ദെൻ ഈ കോഡിൽ തന്നെ പറയുന്ന ഒരു അസംഷൻ ഉണ്ട്, കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, അതായത് കംപ്രസീവ് സ്ട്രെങ്ത് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, FCK അല്ലെ, FCK ആണ് ക്യാരക്ടറിസ്റ്റിക്സ് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. അത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ FCK എന്നുള്ള ടോട്ടൽ വാല്യൂ എടുക്കില്ല, 0.67 ടൈംസ് FCK. FCKയുടെ 0.67 ടൈംസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യാനല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് 0.67 FCK ആണ്. ഓക്കെ, നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഈ ഗ്രാഫ് എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് കേസിൽ 0.002 വരെ വാല്യൂ ഓഫ് സ്ട്രെയിൻ 0.002 വരെ അതൊരു പരാബോളിക് ആയിരിക്കും, അതിന്റെ ഷേപ്പ് പരാബോള ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. 0.002 വരെ പരാബോളിക്കും, ദെൻ ഒരു സ്ട്രൈറ്റ് ലൈനും ആണ്. മാക്സിമം സ്ട്രെയിൻ, കോൺക്രീറ്റിന്റെ മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്ന വാല്യൂ പഠിക്കണം, 0.0035. മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് 0.0035. ഓക്കെ, നമുക്ക് ഈ ഗ്രാഫിൽ ഇത് റെപ്രസെന്റ് ചെയ്യാം. അതായത് 0.002 വരെ അതൊരു പരാബോളിക് ആയിരിക്കും, അതിന്റെ ഷേപ്പ് ഒരു പരാബോളിക് ആണ്. അത് കഴിഞ്ഞിട്ട് അത് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, 0.002 മാക്സിമം എന്ന് പറയുന്ന വാല്യൂ 0.0035 ആണ് കോൺക്രീറ്റിന്റെ കേസിൽ. ഓക്കെ, സോ ഇത് FCKയുടെ വാല്യൂ, കംപ്രസീവ് സ്ട്രെങ്ത്, ക്യാരക്ടറിസ്റ്റിക്സ് കംപ്രസീവ് സ്ട്രെങ്ത്. ബട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് 0.67 FCK, അതായത് കുറച്ച് കുറവായിരിക്കും അല്ലെ, ആ സ്ട്രെസ്സിന്റെ വാല്യൂ കുറവാണ്, 0.67 FCK. ഓക്കെ, ഇനി ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, കോൺക്രീറ്റിന്റെ ഡിസൈൻ സ്ട്രെങ്ത്. നമ്മുടെ ഡിസൈൻ സ്ട്രെങ്ത് എടുക്കുന്ന എപ്പോഴും അതിന്റെ സ്ട്രെങ്തിന്റെ ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി, ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഡിവൈഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത് ആ കോൺക്രീറ്റിന് കാണില്ല. സോ നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ സ്ട്രെങ്ത് കുറവാണ് എന്നുള്ള കേസിൽ ഡിസൈൻ ചെയ്താലേ നമുക്ക് ഫെയിലിയർ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് എടുക്കുന്നത്. സോ അതിന്റെ സ്ട്രെങ്ത്, ആക്ച്വൽ സ്ട്രെങ്ത് ആണ് 0.67 FCK ബൈ അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി. കോൺക്രീറ്റിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 1.15 ആണ്, സോറി 1.5 ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് കോൺക്രീറ്റ് 1.5 ആണ്, സ്റ്റീലിന്റെ ആണ് വാല്യൂ 1.15. ഓക്കെ, സോ ഹിയർ 1.5, 0.67 FCK ബൈ 1.5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.45 FCK. ഓക്കെ, നമുക്ക് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്ന 0.45 FCK കിട്ടി. അതായത് നമ്മുടെ സ്ട്രെങ്ത് ഡിവൈഡ് ബൈ അതിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 0.45 FCK. സോ നമ്മൾ ഇത് യൂസ് ചെയ്താണ് ഡിസൈൻ ചെയ്യുന്നത്. സോ ആ ഗ്രാഫ് ഇങ്ങനെ വരും, 0.002 വരെ അതൊരു പരാബോളിക് ആണ്, അത് കഴിഞ്ഞ് സ്ട്രൈറ്റ് ലൈൻ ആണ്, 0.45 FCK. ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ്. കോൺക്രീറ്റിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് അതിന്റെ ഫിഗർ. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വരും, അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് എന്ന് ചോദിച്ചാൽ 10035 ആണ്,
ഒരു ആൻസർ. ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് കോൺക്രീറ്റ് 1.5, ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് സ്റ്റീൽ 1.15. അങ്ങനത്തെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിക്കാം. ഓക്കെ, സോ ഇതാണ് കോൺക്രീറ്റിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇനി നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് സ്റ്റീൽ നോക്കാം. സ്റ്റീലിൽ തന്നെ മൈൽഡ് സ്റ്റീലിലും ഗ്രാഫ് ഉണ്ട്, HYSD ബാർസിനും ഉണ്ട്. മൈൽഡ് സ്റ്റീലാണ് നമുക്ക് ഇവിടെ ആവശ്യം. സോ മൈൽഡ് സ്റ്റീലിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഹിയർ ഇറ്റ് ഈസ് സ്ട്രെയിൻ, stress. So graph will be like this. Okay. ഇതില് മൈൽഡ് സ്റ്റീലിന്റെ ഈൽഡ് സ്ട്രെങ്ത് അതിനെ നമ്മൾ FY എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. FY ആണ് മൈൽഡ് സ്റ്റീലിന്റെ ഈൽഡ് സ്ട്രെങ്ത്, ന്യൂട്ടൺ പെർ mm²ലാണ്. FY ആണ് ഈൽഡ് സ്ട്രെങ്ത്. ഡിസൈൻ ഈൽഡ് സ്ട്രെങ്ത് ആക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ ഡിസൈൻ ഈൽഡ് സ്ട്രെങ്ത് ഈസ് ഈക്വൽ ടു FY ഡിവൈഡഡ് ബൈ സ്റ്റീലിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി 1.15 ആണ്. സോ FY ഡിവൈഡഡ് ബൈ 1.15 ചെയ്യുമ്പോൾ നമുക്ക് 0.87 FY എന്ന് കിട്ടും. സോ ഇതാണ് അതിന്റെ ഡിസൈൻ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഗ്രാഫ് ഇങ്ങനെ വരും, 0.87 FY. ഇനി കോൺക്രീറ്റിലെ മാക്സിമം സ്ട്രെയിൻ പറഞ്ഞതുപോലെ സ്റ്റീലിന്റെ മാക്സിമം സ്ട്രെയിൻ. സോ അതും പ്രീവിയസ് ഇയറിൽ ചോദിക്കുന്നതാണ്. മാക്സിമം സ്ട്രെയിൻ ഇൻ സ്റ്റീൽ is equal to 0.87 FY divided by E plus 0.002. FY എന്ന് പറയുന്ന ഈൽഡ് സ്ട്രെങ്ത് ആണ്. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ ആണ്. അതായത് 0.87 FY ഡിവൈഡഡ് ബൈ E പ്ലസ് 0.002. ഇതാണ് മാക്സിമം സ്ട്രെയിൻ ഇൻ സ്റ്റീൽ. മാക്സിമം സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് 0.0035 എന്ന് പറയുന്ന വാല്യൂ ആയിരുന്നു. ഓക്കെ, ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് സ്റ്റീൽ. ഇനി നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ബീം. ബീമിന്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കേണ്ടത്. ബീം തന്നെ 3 ടൈപ്പ് ഓഫ് സെക്ഷൻസ് വരും. അതായത് അണ്ടർ റീഇൻഫോഴ്സ്ഡ് വരും, ഓവർ റീഇൻഫോഴ്സ്ഡ് ഉണ്ട്, ബാലൻസ്ഡ് സെക്ഷൻ ഉണ്ട്. നമുക്ക് പഠിക്കുമ്പോൾ എല്ലാം എന്താണ് ഐഡിയൽ കണ്ടീഷനിലാണ് നമ്മൾ പഠിക്കുന്നത്. സോ ബാലൻസ്ഡ് കണ്ടീഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഒരു ബീമിന്റെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇനി നോക്കേണ്ടത്. ബീമിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഫസ്റ്റ് വരയ്ക്കേണ്ടത്. ഓക്കെ, അതായത് this is the cross section of a beam. ബീം ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ട് സൈഡ് വ്യൂ കാണുന്നതാണ് ക്രോസ് സെക്ഷൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ടോപ്പിൽ എന്താണ്? കംപ്രഷൻ അല്ലെ, അതവിടെ കോൺക്രീറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ബോട്ടത്തിലാണ്. സ്റ്റീലിന്റെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത് ബോട്ടത്തിലാണ്. സോ ദിസ് ഇസ് ദി ക്രോസ് സെക്ഷൻ. ടോട്ടൽ ഡെപ്ത് ഓഫ് ബീം, അതായത് ക്യാപിറ്റൽ D എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ D, ടോപ്പ് മുതൽ ബോട്ടം വരെയുള്ള ടോട്ടൽ ഡെപ്ത്. സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ബോട്ടത്തിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ക്ലിയർ സ്പാൻ കൊടുത്തിട്ടാണ് നമ്മളിവിടെ സ്റ്റീലിന്റെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ കവർ എന്ന് പറയും. ഓക്കെ, സോ ഈ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്റർ മുതൽ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഇഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത്. ഇഫക്റ്റീവ് ഡെപ്ത്. സോ അത് സ്മോൾ d എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, സോ ഈ ബീമിന്റെ ന്യൂട്രൽ ആക്സിസ് റെപ്രസെന്റ് ചെയ്യാണ്. ദിസ് ഇസ് ദി ന്യൂട്രൽ ആക്സിസ്. സോ ടോപ്പിൽ നിന്നും ന്യൂട്രൽ ആക്സിസ് വരെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് XU. XU എന്നൊരു ടേം യൂസ് ചെയ്തിട്ടാണ് ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ്. ടോപ്പ് മുതൽ ന്യൂട്രൽ ആക്സിസിന്റെ ഡെപ്ത് വരെയാണ് XU എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ബീമിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, സോ ഹിയർ നമുക്ക് സ്ട്രെയിൻ ആണ്, സ്ട്രെയിൻ വരയ്ക്കാം. സോ ഇവിടെ സ്ട്രെസ് ആണ്. ഓക്കെ, ഇതിലെ ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലത്തെ പോർഷൻ നമ്മൾ കോൺക്രീറ്റും ബോട്ടം പോർഷനിൽ നമ്മൾ സ്റ്റീൽ എന്നുള്ള രീതിയിലാണ് ഈ ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രെസ് ഫസ്റ്റ് ന്യൂട്രൽ ആക്സിന്റെ മുകളിൽ എന്താണ്? കോൺക്രീറ്റിന്റെ സ്ട്രെസ് കർവാണ് നമുക്ക് വരയ്ക്കേണ്ടത്. സോ ആ കർവ് നമുക്ക് അറിയാം. എങ്ങനെയാണ്? അതായത് 0.002 സ്ട്രെയിൻ എന്ന് പറയുന്ന വാല്യൂ വരെ അത് പരാബോളിക് ആണ്. ഓക്കെ, സോ അത് പരാബോളിക് ആവുന്ന വാല്യൂ 0.002 എന്ന് പറയുന്ന സ്ട്രെയിൻ വരെ അത് പരാബോളിക് ആണ്. അത് കഴിഞ്ഞിട്ട് അത് സ്ട്രെയിറ്റ് ലൈനും ആണ്. സോ ഇങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രെസ് കർവ് എന്ന് പറയുന്നത്, കോൺക്രീറ്റിന്റെ സ്ട്രെസ് കർവ്. ഓക്കെ, സോ ഈ വാല്യൂ എത്രയാണ്? സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുമ്പോൾ ഈ വാല്യൂ എന്താണ്? 0.002 അല്ലെ, അതുവരെയാണ് അത് പരാബോളിക് ആയിരുന്നത്. ദെൻ മാക്സിമം സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് 0.035. ഓക്കെ, സോ നമുക്ക് സ്ട്രെയിനും കിട്ടി, സ്ട്രെസ്സിന്റെ കർവ് കിട്ടി. ഓക്കെ, സ്ട്രെസ്സിന്റെ വാല്യൂ ഇവിടെ എത്രയായിരുന്നു? 0.45 FCK ആയിരുന്നു അല്ലെ. നമ്മുടെ ഗ്രാഫില് നമ്മൾ 0.67 FCK ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തു. 0.45 FCK ആയിരുന്നു നമുക്ക് സ്ട്രെസ്സിന്റെ വാല്യൂ കിട്ടിയത്. ഇത് സ്ട്രെയിൻ കർവ് ആണ്. 0.002 ആണ് ഇവിടുത്തെ വാല്യൂ, ഇവിടെ 0.0035 ആണ് വാല്യൂ.
ഇനി നമ്മൾ സ്റ്റീലിന്റെ കേസിൽ വരുവാണ്. ഇനി സ്റ്റീലിന്റെ ഗ്രാഫാണ്. സ്റ്റീൽ നമ്മൾ ഇതിന്റെ സെന്റർ പോർഷനിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, സ്റ്റീലിന്റെ മാക്സിമം സ്ട്രെയിന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു 0.002 പ്ലസ് 0.87 FY ഡിവൈഡഡ് ബൈ ES. സോ അതാണ് അതിന്റെ മാക്സിമം വാല്യൂ. സോ ആ വാല്യൂ ഇങ്ങനെ കിട്ടി. സോ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വരും. സോ ദിസ് ഇസ് ദ സ്ട്രെയിൻ ഗ്രാഫ്. ഒരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമിന്റെ ഗ്രാഫാണിത്. ഇനി സ്ട്രെസ് സ്റ്റീലിന്റെ എന്തായിരുന്നു? 0.87 FY ആയിരുന്നു. 0.87 FY. ഇനി നമുക്ക് വേണ്ടത് ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ്, അതായത് XUന്റെ വാല്യൂ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സും, അതായത് ന്യൂട്രൽ ആക്സിസിന് മുകളിലുള്ളതാണ് കംപ്രഷൻ, ടോട്ടൽ കംപ്രസീവ് ഫോഴ്സും ടോട്ടൽ ടെൻസൈൽ ഫോഴ്സും നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. എങ്കിലാണ് നമ്മൾ XUന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം, അതാണ് നമ്മുടെ ഈ ഡയഗ്രാം. ഈ ഡയഗ്രത്തിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ബീം. സോ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിന്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ബീം ചെയ്യുമ്പോഴാണ് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് കിട്ടുന്നത്. ടെൻസൈൽ ഫോഴ്സ് കിട്ടുന്നത് സ്ട്രെസ് ഓഫ് സ്റ്റീൽ അത് നമുക്കറിയാം 0.87 FY ആണ് ഇൻറ്റു ഏരിയ. സോ അങ്ങനെയാണ് ടെൻസൈൽ ഫോഴ്സ് കിട്ടുന്നത്. സോ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏരിയ ഓഫ് ദ സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം വേണം. ഇതിന്റെ ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഡെപ്തും അറിയണം അല്ലെ, ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയണം. സോ അതിന് നമുക്ക് ഈ ട്രയാങ്കിൾ യൂസ് ചെയ്യാം. സോ നമുക്കിവിടെ ഇത് A എന്നും BC എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് AB ഇത് നമുക്ക് O എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് ABO ട്രയാങ്കിളും ACB. ഓക്കെ, ഈ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും നമ്മൾ കൺസിഡർ ചെയ്യാം. സോ അതില് AB ഡിവൈഡഡ് ബൈ AC ചെയ്യുമ്പോൾ this distance divided by this distance. Okay, so AB divided by AC is equal to, അതായത് ഈ സൈഡ് ബൈ ടോട്ടൽ ഈ സൈഡ് is equal to this side divided by this side. Okay, 0.002 divided by 0.0035. ഇതിലെ AB യുടെ വാല്യൂ AB is equal to, ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും 4/7. അതായത് ഫ്രാക്ഷൻ മാറിയിട്ട് ഒരു വാല്യൂ കിട്ടി 4/7. AC എന്താണ്? AC എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് ആണ്. സോ 4/7 XU എന്ന് കിട്ടി. അത് നമ്മൾ ഈ ഈ ട്രയാങ്കിൾ സോൾവ് ചെയ്ത് കിട്ടിയതാണ്. AB ഈക്വൽ ടു 4/7 XU. ഇനി BC എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ AC XU ആണ്. BC ഈക്വൽ ടു XU മൈനസ് 4/7 XU. സോ നമുക്കത് 3/7 XU എന്ന് കിട്ടി. സോ നമുക്ക് ഈ ഡിസ്റ്റൻസും കിട്ടി, ഈ ഡിസ്റ്റൻസും കിട്ടി. ഓക്കെ, so 4/7 XU, this value and this value 3/7 XU. So total compressive force ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ടോട്ടൽ compressive force equal to, ഫോർമുല ഇതായിരുന്നു, ഏരിയ ഓഫ് ദി സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രത്തിന്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ബീം. സോ ഫോർമുല ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം width of the beam into width of beam. Okay, ഇതായിരുന്നു ഫോർമുല. ഇനി നമുക്ക് ഏരിയ ഓഫ് ദി സ്ട്രെസ് ഡയഗ്രാം, നമുക്ക് ഈ ഡയഗ്രത്തിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ രണ്ട് സെക്ഷൻ ഉണ്ട്, ഒരു റെക്ടാങ്കുലറും ഉണ്ട്, ഒരു സെക്ടറും ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഈ റെക്ടാങ്കുലറിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഏരിയ ഇസ് ഈക്വൽ ടു, ഈ വാല്യൂ എന്താണ്? 0.45 FCK, ഈ വാല്യൂ 3/7 XU. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഏരിയ കിട്ടി 0.45 FCK into 3/7 XU. ഇനി ഈ പോർഷന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 2/3 into this side into this side, അതാണ് അതിന്റെ ഏരിയ. സോ 2/3 into 0.45 FCK ഈ സൈഡ് into ഈ സൈഡ് 4/7 XU. ഈ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏരിയ ഓഫ് ദി സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രാം കിട്ടി into width of the beam. അതിനെ നമ്മൾ B എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ദ width of the beam. ബീമിന്റെ വിഡ്ത്ത് ആണ് B എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്ന ആൻസർ ആണ്, സോൾവ് ചെയ്ത് നോക്കുക, 0.36 FCK B into XU എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് 0.36 FCK B into XU. ഇത് ഏത് പ്രകാരമാണ്? IS 456 സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആണ് 0.36 FCK B into XU എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കോൺക്രീറ്റിന്റെ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് കിട്ടി. ഇനി സ്റ്റീലിന്റെ ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ്. ഓക്കെ, ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് ഈക്വൽ ടു
സോ ഇവിടെ സ്ട്രെസ്, സ്റ്റീലിന്റെ സ്ട്രെസ് 0.87 FOE, ഓക്കെ, ഇൻറ്റു ഏരിയ ഓഫ് ദ സ്റ്റീൽ. അതാണ് ഇവിടുത്തെ ഫോർമുല. 0.87 FOE ഇൻറ്റു ഏരിയ ഓഫ് ദ സ്റ്റീലിനെ നമ്മൾ AST എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഏരിയ ഓഫ് സ്റ്റീൽ. സോ ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് 0.87 FOE ഇൻറ്റു AST ആണ്. ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തായിരുന്നു, 0.36 FCKP ഇൻറ്റു XU. ഇത് ആസ് പെർ IS, അതായത് സ്റ്റാൻഡേർഡ് IS 456 അനുസരിച്ചിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കംപ്രസീവ് ഫോഴ്സും ടെൻസൈൽ ഫോഴ്സിന്റെ വാല്യൂ ആണ്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് XUന്റെ വാല്യൂ കിട്ടും, അതായത് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് നമുക്ക് കിട്ടും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് ഫിഗർ, അതായത് നമ്മുടെ IS 456 അനുസരിച്ചിട്ട് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് 0.002 വരെ ഒരു പരാബോളിക് ഷേപ്പും അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രൈറ്റ് ലൈനും ആയിരുന്നു. ഓക്കെ, ബട്ട് ഇവിടുത്തെ ഫിഗർ എന്താണ്, 0.002 വരെ ആ പരാബോളയ്ക്ക് പകരം സ്ട്രൈറ്റ് ലൈനായിട്ട് അസ്യൂം ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത 0.67 FCK ആയിരുന്നു. അതിനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ നമുക്ക് 0.45 FCK എന്നായിരുന്നു കിട്ടിയത്. പക്ഷേ ഇവിടെ സ്ട്രെസ്സിൻ്റെ വാല്യൂ 0.67 FCK ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ക്വസ്റ്റ്യനിലുള്ള ഡിഫറൻസ് ആണ്. IS 456 സ്റ്റാൻഡേർഡിൽ നിന്നും ക്വസ്റ്റ്യനിലെ ഡിഫറൻസ് ഇതൊക്കെയാണ്. പരാബോളിക് ഷേപ്പിന് പകരം സ്ട്രൈറ്റ് ലൈനായിട്ട് കൺസിഡർ ചെയ്യുക. സ്ട്രെസ്സിൻ്റെ വാല്യൂ 0.45 FCKയ്ക്ക് പകരം 0.67 FCK ആയിട്ട് കൺസിഡർ ചെയ്യുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് നമ്മുടെ സ്ട്രെസ് കർവ് ഓഫ് കോൺക്രീറ്റില് പരാബോള, ഇതൊരു പരാബോളിക് ഷേപ്പാണ് 0.002 സ്ട്രെയിൻ വരെ. അപ്പോൾ ആ പോർഷന് പകരം അവിടെയും സ്ട്രൈറ്റ് ലൈനായിട്ട് അസ്യൂം ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. സോ ഫിഗർ എങ്ങനെ മാറും, അതുപോലെ സ്ട്രെസ്സിന്റെ വാല്യൂ 0.45 FCK അല്ല 0.67 FCK ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. സോ അതനുസരിച്ചിട്ടുള്ള ഒരു സ്ട്രെസ് കർവ് നമ്മൾ വരയ്ക്കണം. ഓക്കെ, സോ ഇവിടെ പരാബോളിക് അല്ല, ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഈ പോർഷനിലും സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് അസ്യൂം ചെയ്യാനാണ്. സോ നമ്മുടെ കർവ് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരും. ഇവിടുത്തെ വാല്യൂ 0.67 FCK എന്നും വരും. ഓക്കെ, വേറെ ഒന്നും ചേഞ്ച് ഇല്ല. സ്ട്രെസ് ഓഫ് സ്റ്റീലിന്റെ വാല്യൂലും ചേഞ്ച് ഇല്ല. ഈ ഒരു വാല്യൂ ഇതിന്റെ പരാബോളിക് ഷേപ്പിന് പകരം സ്ട്രൈറ്റ് ലൈൻ ആണ് എന്നുള്ള ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ വാല്യൂ 0.67 FCK ആയിട്ട് ചേഞ്ച് ആയി എന്നുള്ളതേ ഉള്ളൂ. സോ ഈ കേസിൽ ഇത് നമ്മൾ IS 456 സ്റ്റാൻഡേർഡ് കേസാണ്. നമ്മളിനി പറയുന്ന ക്വസ്റ്റ്യനിലുള്ള കേസ് അനുസരിച്ചിട്ടുള്ള ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, സോ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ഫോർമുല എന്തായിരുന്നു, ഏരിയ ഓഫ് സ്ട്രെസ് ബ്ലോക്ക് ഡയഗ്രം. സ്ട്രെസ് ഡയഗ്രത്തിന്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ബീം ഇൻറ്റു ബി ആയിരുന്നു ഫോർമുല. അപ്പൊ നേരത്തെ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇത് ഒരു സെക്ടർ ആയിട്ട് എടുത്തു, ഇത് റെക്ടാംഗിൾ ആയിട്ട് എടുത്തു. അങ്ങനെ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ എങ്ങനെയാണ്, ഇതൊരു ട്രയാംഗിൾ ആണ്, ഇതൊരു റെക്ടാംഗിൾ ആണ്. സോ അങ്ങനെ ഏരിയ ചേഞ്ച് വരും. സോ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഫസ്റ്റ് ഈ റെക്ടാംഗിളിന്റെ ഏരിയ, ഈ ഡിസ്റ്റൻസിനൊന്നും ചേഞ്ച് ഇല്ല. ദിസ് ഇസ് 3/7 XU ആൻഡ് ദിസ് ഇസ് 4/7 XU. ഓക്കെ, സോ ഏരിയ എന്ന് പറയുമ്പോൾ 0.67 FCK, ഫസ്റ്റ് റെക്ടാംഗിളിന്റെ കേസാണ്, ഇൻറ്റു 3/7 XU പ്ലസ് ഇനി ഈ ട്രയാംഗിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ് ഇൻറ്റു ദിസ് ഡിസ്റ്റൻസ്. സോ ഹാഫ് ഇൻറ്റു 0.67 FCK ഇൻറ്റു ഈ ഡിസ്റ്റൻസ് 4/7 XU. സോ നമ്മുടെ ടോട്ടൽ ഏരിയ കിട്ടി. ഈ റെക്ടാംഗിളിന്റെ പ്ലസ് ഈ ട്രയാംഗിളിന്റെ ഏരിയ ഇൻറ്റു വിഡ്ത്ത് ഓഫ് ദി ബീം. ബീമിന്റെ വിഡ്ത്ത് നമ്മൾ ബി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മുടെ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ആവും, 0.48 FCK B ഇൻറ്റു XE. നേരത്തെ സ്റ്റാൻഡേർഡ് കേസിലുള്ള ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 0.36 FCK B ഇൻറ്റു XE. അതാണ് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നത്, ബിടെക്കിന് പഠിക്കുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കേസാണ്. ഇവിടെ അതിന്റെ ഡിഫറൻസ് എങ്ങനെയാണ്, ഡിഫറൻസ് തന്നിട്ട് അത് സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ കംപ്രസീവ് ഫോഴ്സ് കിട്ടി എന്നുള്ളതാണ് ഇവിടെ കിട്ടിയത്. സോ ഇവിടെ കിട്ടിയ എത്രയാണ്, 0.48 FCK ഇൻറ്റു B ഇൻറ്റു XE. വേറൊരു കേസ് തന്നിട്ടാണ് ഇവിടെ കംപ്രസീവ് ഫോഴ്സ് കിട്ടിയത്. ടെൻസൈൽ ഫോഴ്സിൽ വ്യത്യാസമില്ല, 0.87 FO AST ആയിരുന്നു, ആ വാല്യൂ തന്നെയാണ് ഇവിടെ 0.87 FO ഇൻറ്റു AST. ടെൻസൈൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0.87 FO AST. ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ഇക്വേറ്റ് ചെയ്യുക ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ്. ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ഈക്വൽ ടു ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ്. സോ ഇവിടെ കിട്ടിയ ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ഫോഴ്സിന്റെ വാല്യൂ 0.48 FCK B ഇൻറ്റു XU എന്നായിരുന്നു.
ടെൻസൈൽ ഫോഴ്സിൽ ചേഞ്ച് ഇല്ല. നമ്മൾ യൂഷ്വലി IS 456 പഠിക്കുന്ന വാല്യൂ 0.87 FO into AST. സോ ഇതിൽ XU ആണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.48 FCK എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. ഇവിടെ M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. സോ 20 ആണ് വാല്യൂ. 20 Newton/mm². ആ ഒരു യൂണിറ്റ്സ് നോക്കി വെക്കാം. ദെൻ ബി വിഡ്ത്ത് ഓഫ് ദി ബീം അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 300 mm എന്നാണ്. ഇൻറ്റു XU അത് നമുക്കറിയില്ല, കാൽക്കുലേറ്റ് ചെയ്യണം. ഇസ് ഈക്വൽ ടു 0.87 FO എന്ന് പറഞ്ഞാൽ ഈൽഡ് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ ആണ്. 415 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 450 Newton/mm² ഇൻറ്റു AST. AST എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ സ്റ്റീൽ. ഇവിടെ 3 നമ്പർ ഓഫ് ബാർസ് ഉണ്ട്. 16 mm ഡയമീറ്ററിൽ 3 നമ്പർ ഓഫ് ബാർസ്. സോ 16 mm ഡയമീറ്ററിന്റെ ഒരു ബാർ എന്ന് പറയുമ്പോൾ അതിന്റെ ഏരിയ π/4 into 16² ആണ്. 3 നമ്പർ ആകുമ്പോൾ ഇൻറ്റു 3. ഓക്കെ, ഫോർമുലയിലാണ് 3 into π/4 into 16². സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് XUന്റെ വാല്യൂ കിട്ടി. ഓക്കെ, എത്ര കിട്ടി? 75.84 mm എന്ന് കിട്ടി. അതായത് റൗണ്ട് ചെയ്യുമ്പോൾ 76 mm. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് XU. സോ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. 76 mm ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് IS 456, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡെപ്ത് ഓഫ് ദി ന്യൂട്രൽ ആക്സിസ് അല്ല ചോദിച്ചിരിക്കുന്നത്, ആ വാല്യൂ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് എത്രമാത്രം ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ 76 mm ആയിരുന്നു. ഇവിടെ നമുക്ക് എത്ര ആൻസർ കിട്ടുമെന്ന് നോക്കാം. അതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, IS 456 അനുസരിച്ചിട്ട് ടോട്ടൽ കംപ്രസീവ് ഫോഴ്സിന്റെ ഫോർമുല .36 നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്താണ്. 0.36 FCK B into XU. ഓക്കെ, ദെൻ ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് ആണെങ്കിൽ 0.87 FO into AST. സോ ഇവിടുത്തെ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് എങ്ങനെയാണ്? ഇതും കൂടെ ഇക്വേറ്റ് ചെയ്യാം. സോ 0.36 FCK B into XU equal to 0.87 FY AST. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.36 FCKയുടെ വാല്യൂ നേരത്തെ പറഞ്ഞതാണ് 20, B വിഡ്ത്ത് ഓഫ് ബീം ആണ് 300, XU ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈക്വൽ ടു 0.87 FY 415 ആണ്. ഏരിയ ഓഫ് ദ സ്റ്റീൽ എന്ന് പറയുന്നത് 3 നമ്പർ ഓഫ് ബാർസ് ഉണ്ട്. 16 mm ആണ് ഡയമീറ്റർ. സോ π/4 16². സോ ഇവിടെ XUന്റെ വാല്യൂ നമുക്ക് 100.8 എന്ന് കിട്ടും. 100.8 mm. സോ റൗണ്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 101 mm എന്ന് കിട്ടും. ക്വസ്റ്റ്യനിൽ ഈ വാല്യൂ അല്ല ചോദിച്ചിരിക്കുന്നത്, ഈ വാല്യൂ മുന്നത്തെ ക്വസ്റ്റ്യനുമായിട്ട് എത്ര ഡിഫറൻസ് ഉണ്ട്, ആ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസും 101 ഡിഫറൻസ് എത്ര. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മുടെ XUന്റെ വാല്യൂ 76 mm ആയിരുന്നു. സോ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 101 മൈനസ് 76 ചെയ്യുമ്പോൾ നമുക്ക് 25 mm എന്ന് കിട്ടി. 25 mm. ഓപ്ഷൻ സി ആണ് ആൻസർ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. അതിൽ ഗേറ്റിന് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.